നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷൻ വിത്ത് ക്യാരി ഓവർ ഡിസ്കസ് ചെയ്ത അല്ലേ ക്യാരി ഓവറിൽ നമ്മളെ എക്സസൈസ് 2.2 എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ബാക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലാസ്സിലും ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. എന്താ? പേജ് നമ്പർ 80. പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. In 4th class, you have to study 3 properties of addition. 3 properties of addition. എത്ര പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്? 3 എണ്ണം നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. Okay? What is the first property? The sentence ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഹെഡിങ്ങിന് അടിയിലുള്ള we can add 2 given numbers in any order. Their sum will remain the same. Underline that. In your text, underline that sentence. We can add 2 given numbers in any order. Their sum will remain the same. എന്താ അങ്ങനെ പറഞ്ഞാല്? നിങ്ങൾക്ക് 2 നമ്പേഴ്സ് ഞാൻ തന്നു. 2 നമ്പേഴ്സ് തന്നാല് നിങ്ങൾക്ക് അതിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. The sum will remain same. Okay, let's see an example. Ipo 245 and 561. Wait. $245 and 561. എഴുതേണ്ട ആവശ്യമില്ല, എന്നാൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ 2 നമ്പേഴ്സ് തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ എന്ത് കാണണം? സം കാണണം. Find the sum of 245 and 561. ഓക്കെ, ആരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? ആരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? Don't touch your phone. Okay, you have to find the sum of 245 and 561. ഇതിന്റെ രണ്ടിന്റെ സം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരാൾ ചെയ്യുന്നു. എങ്ങനെ? 245 plus 561. ഒരാൾ ചെയ്തു 245 and 561. അടുത്ത ആൾ എന്ത് ചെയ്തു? 561 plus 245. ഇങ്ങനെ ചെയ്തു. റഫ് പേപ്പർ എടുത്ത് ഇതിന്റെ രണ്ടിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ആദ്യം 245 plus 561 ചെയ്യാം. രണ്ടാമത് 561 plus 245 ചെയ്യാം. ഒന്ന് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ചെറിയ നമ്പർ അല്ലേ, വേഗം കണ്ടുപിടിക്കാൻ പറ്റും. $245 plus 561. അടുത്തത് 561 plus 245. ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ആദിദേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര മോനെ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞേ? 806. 806. അടുത്തതോ? 806 അല്ലേ? രണ്ടിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയത് 806 അല്ലേ? ആണല്ലോ. 245 plus 561 എന്ന് പറഞ്ഞാലും 561 plus 245 എന്ന് പറഞ്ഞാലും ആൻസർ is 806. That is the first property of addition. And the first property, we can add 2 numbers in any order. 2 numbers നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ
അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ആൻസർ വിൽ റിമൈൻ സെയിം. ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും എങ്ങനെ ആഡ് ചെയ്താലും. Okay, then what is the first property? We can add two given numbers in any order. The sum will remain same. Underline ചെയ്ത സെന്റൻസിന്റെ അടുത്തായിട്ട് ഫസ്റ്റ് ഒന്ന് എഴുതി റൗണ്ട് ഇട്ട് വെച്ചോ. അണ്ടർലൈൻ ചെയ്തതിന്റെ സെന്റൻസിന്റെ ആദ്യം ഒന്ന് എഴുതി റൗണ്ട് ഇട്ട് വെച്ചോ. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ ഈസ് we can add two given numbers in any order. Okay, first property മനസ്സിലായല്ലോ. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി? രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഫൈൻഡ് ദി സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് തന്നാല് അവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഫസ്റ്റ് നമ്പറിനെ ആദ്യം എഴുതണം, സെക്കൻഡ് നമ്പർ സെക്കൻഡ് എഴുതണം എന്നുള്ള ഇമ്പോർട്ടൻസ് അവിടെ വരുന്നില്ല. That is the first property. Then second property is we can add three numbers by grouping them in any order. We can add three numbers by grouping them in any order. The sum in all these cases will remain the same. ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ? രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലോ അവിടെയും അതുപോലെ തന്നെ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ലിസൺ, ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ്, 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എഴുതുമ്പോ നമ്മൾ കോളത്തിൽ എഴുതുന്നില്ലേ? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വലിയ നമ്പർ മേലെ എഴുതാം, അതിന്റെ തൊട്ട് താഴെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം, അതിന്റെ തൊട്ട് താഴെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് ഓർഡറിൽ എങ്ങനെയായാലും കുഴപ്പമില്ല. എന്താ എബിൻ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാവോ? രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഫൈൻഡ് ദി സം എന്ന് തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നാല് ക്വസ്റ്റ്യനിലുള്ള 2 നമ്പേഴ്സോ 3 നമ്പേഴ്സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കോളായിട്ട് എഴുതിയില്ലേ? കോളായിട്ട് എഴുതി ആഡ് ചെയ്തില്ലേ ഇതുപോലെ? അത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതിയിട്ട് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം അഡിഷനിൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുള്ളൂ കേട്ടോ. അഡിഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. സബ്ട്രാക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓർഡറിലും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ആൻസർ തെറ്റായി പോകും. ഓക്കെ, അപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നേ? We can add three numbers by grouping them in any order. The sum in all the cases will remain the same. 3 നമ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യും? ക്രമത്തിൽ ആഡ് ചെയ്യോ? ക്രമത്തിൽ ആഡ് ചെയ്യോ? എക്സാമ്പിൾ നോക്കാലോ നമുക്ക്. The question is, എഴുതണ്ട, നോക്കിയാ മതി. Find the sum of 45, 100 and 1240. വേണ്ട, 1000 and 12,540. ആരും എഴുതണ്ട, just listen here. Find the sum of 45,000 and അതും വേണ്ട 140. ഓക്കെ, ഈ 3 നമ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 45,000 and 140. നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യും? 45 plus 1000 plus 140 ചെയ്യോ? ആദ്യം നിങ്ങൾ തന്ന നമ്പേഴ്സ് നോക്കുക.
2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 4 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 3 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യണം അല്ലേ? ആദ്യം നമുക്ക് 45 പ്ലസ് 140 ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനോട് 1000 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 45 പ്ലസ് 140 എത്രയാ? 45 പ്ലസ് 140 എത്രയായിരിക്കും? 185 ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നോ? 45 പ്ലസ് 140 185 ആണോ? ആണല്ലോ. ഓക്കെ, 185 പ്ലസ് 1000. 185 plus 1000, 1185. 1185. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് 45,000 and 140 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യും. 45 പ്ലസ് 140 ചെയ്തു, അതിന്റെ ആൻസർ 185 കിട്ടി. അതിനോടുകൂടി 1000 ആഡ് ചെയ്തു. ഇവിടെ 3 നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. 45 ചെയ്തിട്ടുണ്ട്, 1000 ചെയ്തിട്ടുണ്ട്, 140 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 1185. ഇനി അടുത്ത ആള് വേറൊരാള് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ആദ്യം അയാള് 1000ന്റെ കൂടെ എന്ത് ചെയ്യും? 140 ആഡ് ചെയ്തു. 1000ന്റെ കൂടെ 140 ആഡ് ചെയ്തു. അതിനുശേഷം ആ കിട്ടിയ ആൻസറിനോട് 45 ആഡ് ചെയ്തു. 1000നോട് 140 ആഡ് ചെയ്താൽ എത്രയാ? 1140. അതിനോടുകൂടി 45 ആഡ് ചെയ്താല് എത്ര കിട്ടും? 1085 ആണോ? 1140 പ്ലസ് 45 1185. ഓക്കെ, ഇനി വേറൊരാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് 1000ന്റെ കൂടെ ആദ്യം അയാള് 45 ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ 140 ആഡ് ചെയ്തു. അപ്പൊ 1000നോട് 45 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1045. പിന്നെ അതിനോടുകൂടി 140 ആഡ് ചെയ്താല് 1185. ഇവിടെ എന്തിനാ മിസ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നേ? രണ്ട് നമ്പേഴ്സിന് ആദ്യം ബ്രാക്കറ്റ് ഇട്ടത് കണ്ടോ? കണ്ടോ? ഈ ബ്രാക്കറ്റ് ഇട്ടത് എന്തിനാന്ന് വെച്ചാല് ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് നമ്മൾ ആദ്യം ചെയ്യും. ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് ബ്രാക്കറ്റിനകത്ത് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യണം. അതിനാണ് ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 നമ്പർ 3 പേര് 3 രീതിയിൽ ആഡ് ചെയ്തു. എങ്ങനെ? ആദ്യത്തെ ആള് ആദ്യം 45ഉം 140 ആഡ് ചെയ്തു. രണ്ടാമത്തെ ആള് 1000ഉം 140 ആഡ് ചെയ്തു ആദ്യം. മൂന്നാമത്തെ ആള് 1000ഉം 45ഉം ആഡ് ചെയ്തു. അതിനോടുകൂടി ബാക്കി റിമൈനിങ് നമ്പേഴ്സ് ആഡ് ചെയ്തു. എന്നാലും ആൻസർ എത്രയാ? 1185. That means we can group 3 numbers in any order for the purpose of addition. Addition വേണ്ടിയിട്ട് നമുക്ക് 3 നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 45ഉം 140 ആണ് ഒരു ഗ്രൂപ്പ് ആദ്യത്തേതില്. പിന്നെ രണ്ടാമത്തേതിൽ 1000ഉം 140 ആണ് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത്. മൂന്നാമത്തേതിൽ 1000ഉം 45 ആണ് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത്. നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും ആൻസർ വിൽ റിമൈൻ സെയിം. ആൻസർ 3 എണ്ണത്തിനും 1185 അല്ലേ കിട്ടിയേ? That is the second property of addition. And the second property, text underline chedo, we can add 3 numbers by grouping them in any order. The sum in all cases will remain the same.
അതിന് നേരെ 2 എന്നുള്ള നമ്പറും കൂടി ഇട്ട് വെച്ചു. ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് 2 എന്ന് എഴുതാം. ഇപ്പൊ 2 പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. In the first property, we can add two given numbers in any order. The sum will remain the same. രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതിന്റെ സം സെയിം ആയിരിക്കും. Second property is we can add three numbers by grouping them in any order. The sum in all the cases will remain the same. മൂന്ന് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഒരു സബ്ട്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് നമ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ ചെയ്താലും the answer will remain same. That is the second property of addition. Then third property. What is the third property? When 0 is added to a number or a number is added to 0, the sum is the number itself. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ? നമ്മൾ ഏത് നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താലും എന്തായിരിക്കും ആൻസർ? അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ. That is the third property. When 0 is added to a number or a number is added to 0, the sum is the number itself. നമ്മൾ ഒരു നമ്പറിനോട് 0 ആഡ് ചെയ്താലോ അതല്ല 0നോട് കൂടി വേറൊരു നമ്പർ ആഡ് ചെയ്താലോ ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ സം. That is the third property. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തേർഡ് പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ ഇന്ന് അഡീഷന്റെ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഫസ്റ്റ് പ്രോപ്പർട്ടി, we can add two given numbers in any order. അതായത് രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. സെക്കൻഡ് പ്രോപ്പർട്ടി is we can add three numbers by grouping them in any order. The sum in all the cases will remain the same. 3 നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും സം സെയിം ആയിരിക്കും. Then third property is when 0 is added to a number or a number is added to 0, the sum is the number itself. നമ്മൾ 0നോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലോ ഏതൊരു നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താലോ സം ആ നമ്പർ തന്നെയായിരിക്കും. അതിന്റെ രണ്ടിന്റെ സം ആ നമ്പർ തന്നെയായിരിക്കും. 3 പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. തേർഡ് പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്തോ? When 0 is added to a number or a number is added to 0, the sum is the number itself. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ആദ്യം 3 എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഇനി വേറെ പ്രത്യേകിച്ച് നോട്ട് തരേണ്ട ആവശ്യമുണ്ടോ? ടെക്സ്റ്റ് തന്നെ വായിച്ചാ പോരെ? പ്രോപ്പർട്ടീസിന് വേറെ നോട്ട് വേണ്ടല്ലോ. നോട്ട് തരുന്നുണ്ടെങ്കിൽ ഇതേ സെന്റൻസ് തന്നെ ഞാൻ എഴുതി തരണ്ടേ, അതുകൊണ്ടാ ചോദിച്ചത്. ടെക്സ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. അപ്പോ എക്സസൈസ് 2.3 ഹോംവർക്ക് ചെയ്യുന്നു. എക്സസൈസ് 2.3 ചെയ്യുന്നോ? അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. Add these numbers in 3 ways. Write the sum. 3 waysലൊന്നും നിങ്ങൾ ആഡ് ചെയ്യണ്ട, അതിന്റെ സം മാത്രം കണ്ടുപിടിക്കാം. നിങ്ങളിപ്പോ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. 15 പേരിൽ ചെയ്യുന്നത് ചിലപ്പോൾ 15 തരത്തിലായിരിക്കും. അതുകൊണ്ട് 3 രീതിയിലൊന്നും നിങ്ങൾ ആഡ് ചെയ്യണ്ട, ജസ്റ്റ് അതിന്റെ സം കണ്ടുപിടിക്കാം. എന്നിട്ട് ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ എഴുതി വെക്കാം. നോട്ടിൽ എഴുതി കണ്ടുപിടിക്കാം, എന്നിട്ട് ടെക്സ്റ്റിൽ ആൻസർ എഴുതി വെച്ചിട്ട് ആൻസറിന്റെ മാത്രം ഫോട്ടോ എനിക്ക് അയച്ചാൽ മതി. ഓക്കെ, അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവോ ചെയ്യാൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒന്നുമില്ല, അതാ ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെയാ പറയുന്നത്. അതിന്റെ സം ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 6237 plus 1000
1704 is equal to dash plus 6237. ആ ഡാഷിന്റെ അടുത്ത് എന്താ വേണ്ടേ? 1704. എന്തുകൊണ്ടാ? ആ ക്വസ്റ്റ്യൻ ആ ഫസ്റ്റ് പ്രോപ്പർട്ടിയാ പറയുന്നത് വി ക്യാൻ ആഡ് ടു ഗിവൺ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. അതായത് നമ്മളെ രണ്ട് നമ്പേഴ്സ് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, അതിന്റെ ആൻസറും അത് നേരെ തിരിച്ചിട്ട് ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ സെയിം ആയിരിക്കും ഇതിൽ പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ആ വിട്ടുപോയ ഏത് നമ്പർ ആണെന്ന് എഴുതിയാൽ മതി. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 25,973 plus dash is equal to 25,973. അതിന്റെ ആൻസർ എത്രയായിരിക്കും? ആ ഡാഷിൽ എന്താ വരിക? 0. ഏതൊരു നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താൽ we get the same number. അപ്പൊ അവിടെ 0 വരും. നിങ്ങൾ ജസ്റ്റ് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 8 ക്വസ്റ്റ്യന്റെയും ആൻസർ നോട്ടിൽ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആൻസർ മാത്രം ഇവിടെ ടെക്സ്റ്റിൽ എഴുതി വെക്കാം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടി ചെയ്തിട്ട് ഇതിന്റെ മാത്രം ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. നോട്ടിൽ ചെയ്തതിന്റെ ഫോട്ടോ വേണ്ട, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് മനസ്സിലായോ എല്ലാവർക്കും? നോട്ടിൽ നിങ്ങൾ എങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചു എന്നുള്ളത് മിസ്സിന് അയച്ചു തരണ്ട. ആൻസർ കണ്ടുപിടിച്ചിട്ട് ആൻസർ മാത്രം ഇവിടെ എഴുതി വെക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മാത്രം ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. ഓക്കെ, അടുത്ത ഹെഡിങ് എസ്റ്റിമേറ്റിംഗ് ദ സം. എസ്റ്റിമേറ്റിംഗ് ദ സം. നിങ്ങൾക്ക് റൗണ്ടിങ് അപ്പ് പഠിപ്പിച്ചു തന്നായിരുന്നോ? റൗണ്ടിങ് അപ്പ് അറിയോ? റൗണ്ടിങ് ഓഫ് അറിയില്ലേ? പഠിച്ചല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ എസ്റ്റിമേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Do you know what is estimation? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എസ്റ്റിമേഷൻ എന്താന്ന്? ആഗ്നസിന് അറിയോ? അറിയില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും അറിയോ? സൂര്യദേവിന് അറിയോ എസ്റ്റിമേഷൻ എന്താന്ന്? നോ. ഓക്കെ, ആരോൺ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡാണോ എസ്റ്റിമേഷൻ? നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ പുതിയ വീട് പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീട് കെട്ടാൻ പോവാന്ന് വിചാരിക്കാം. മിസ് പുതിയൊരു വീട് കെട്ടാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചിന്തിക്ക? വീട് കെട്ടാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്റെ മനസ്സിലേക്ക് എന്താ വരാ? അയ്യോ, എത്ര പൈസയാവും ഒരു വീട് കെട്ടാൻ, അല്ലേ? എത്ര പൈസയാവുന്നല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുക. ഒരു പുതിയ വീട് കെട്ടാൻ ഒരുപാട് പൈസ ചെലവാവും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചിന്തിക്കും? എത്ര പൈസയാവും. അതെങ്ങനെ നമ്മൾ കണക്കാക്കും? നമ്മൾ പ്ലാൻ വരക്കാൻ കൊടുക്കുമല്ലേ വീടിന്റെ, ഇല്ലേ? പ്ലാൻ വരക്കാൻ കൊടുക്കൂലേ? അപ്പൊ ആ പ്ലാൻ വരച്ച് തരുന്ന ആള് ആ പ്ലാൻ അനുസരിച്ച് ഏകദേശം എത്ര രൂപയാവും ചെലവ് എന്ന് നമുക്ക് പറഞ്ഞു തരും. അയാൾ എങ്ങനെ അത് കണ്ടുപിടിക്കും? അയാൾ എസ്റ്റിമേറ്റ് ചെയ്യും. എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഏകദേശം ഒരു എമൗണ്ട് കണ്ടുപിടിക്കും. അതായത് കറക്റ്റ് ഫിഗർ അല്ല, ഏകദേശം ഒരു എമൗണ്ട്. ദാറ്റ് ഈസ് എസ്റ്റിമേഷൻ. മനസ്സിലായോ? എസ്റ്റിമേഷൻ എന്താ? നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു ഏകദേശ കണക്ക് പറയാം. ഇപ്പൊ നിങ്ങള് 4ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം വേണം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ആ ഫ്രണ്ടിന് ടെക്സ്റ്റ് ബുക്ക് എല്ലാം വേണം. നിങ്ങളോട് അവര് ടെക്സ്റ്റ് ബുക്കിന് എത്ര രൂപയാവും എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, അല്ലെ? നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് അറിയില്ലല്ലോ ടെക്സ്റ്റ് ബുക്കിന്റെ എത്രയാവുന്ന്. നിങ്ങളുടെ പേരന്റ് അല്ലേ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് പറയും?
ഒരു ഏകദേശം ഇത്ര രൂപയാവോ ആയിരിക്കും, അങ്ങനല്ലേ പറയാ ഫ്രണ്ട് ചോദിച്ചാല് അല്ലെ? ഏകദേശം ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഏകദേശം ഒരു 1500 അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലെ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നു നിങ്ങൾ. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുമ്പോ ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്ത് കഴിയാൻ പറ്റും, എല്ലാം പഠിച്ചാൽ ഒരു മണിക്കൂറിന്റെ എക്സാം ഏകദേശം അരമണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. At that time you are estimating the time. പിന്നെ നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങാൻ നിൽക്കുന്നു നിങ്ങളുടെ ബർത്ത്ഡേക്ക്. ബർത്ത്ഡേക്ക് ചോക്ലേറ്റ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി അച്ഛനോട് കാശ് കഴിക്കുന്നു. ചോദിക്കുമ്പോ എന്ത് ചെയ്യും? അച്ഛാ, എന്റെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുണ്ട്. എത്ര കുട്ടികൾ? ഒരു 20. അപ്പൊ ഒരു ദിവസം ഒരു 16-17 പേര് വരുമായിരിക്കും ഏകദേശം. അപ്പൊ അത്രയും കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണ്ടേ? അതിനൊരു 16 കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങാൻ ഏകദേശം ഒരു about 100 റുപ്പീസ് ചിലവാകും. അത് തരുവോ? അങ്ങനെ ചോദിക്കൂലേ? എല്ലാം നിങ്ങളൊരു അബൌട്ട്, ഏകദേശം ആ ഒരു വേർഡ് വെച്ച് നിങ്ങൾ പറയില്ലേ? ദാറ്റ് ഈസ് എസ്റ്റിമേഷൻ. അപ്പൊ നമ്മൾ മാത്സിൽ ഈ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യാ? റൗണ്ടിങ് ഓഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചല്ലേ അല്ലെ? റൗണ്ടിങ് ഓഫ്. ആ റൗണ്ടിങ് ഓഫ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മാത്സിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ റൗണ്ടിങ് ഓഫ് ടു ദി നിയറസ്റ്റ് 10 പഠിച്ചിട്ടുണ്ടാവും, റൗണ്ടിങ് ഓഫ് ടു ദി നിയറസ്റ്റ് 100 പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അത്രയല്ലേ പഠിച്ചേ? 1000 പഠിച്ചോ? നിയറസ്റ്റ് 1000 ഇല്ല. ഓക്കെ, നിയറസ്റ്റ് 100ലേക്കും നിയറസ്റ്റ് 10ലേക്കും റൗണ്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1000 പഠിച്ചിട്ടുണ്ടോ ദേവാഞ്ജന? ഓക്കെ, എന്നാൽ 1000ലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എസ്റ്റിമേറ്റിംഗ് ദി സം. രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഉള്ള എസ്റ്റിമേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ടൈം തീരാറായി. ഇപ്പൊ തുടങ്ങിയാൽ എന്തായാലും തീർക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഓർമ്മയുണ്ടല്ലോ? പേജ് നമ്പർ 81 എ ആൻഡ് ബി. എ ക്വസ്റ്റ്യന്റെ ആൻസർ നോട്ടിൽ കണ്ടുപിടിച്ചതിന് ശേഷം ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതുക. പിന്നെ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചെയ്യാം. എന്നിട്ട് അതിന്റെ മാത്രം ടെക്സ്റ്റ് ഉള്ളതിന്റെ മാത്രം ഫോട്ടോ എനിക്ക് അയച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പറഞ്ഞതിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞ? 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. അഡിഷന്റെ, എസ്റ്റിമേഷൻ, എസ്റ്റിമേറ്റിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. If you have any doubt, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ കാണാം. ബൈ.